Hello my dear students, I am Swapna Shaji, Assistant Professor, Department of Commerce Self, Nirmala College, മൂവാറ്റുപുഴ. അപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് 2-ൻ്റെ ജോയിൻറ്റ് പ്രോഡക്ട്സ് ആൻഡ് ബൈ പ്രോഡക്ട്സിലെ കുറച്ച് പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡ് എന്താണെന്നുള്ളതാണ്. ഹിയർ ജോയിൻറ്റ് കോസ്റ്റ് ആർ ഡിവൈഡഡ് ഇൻറ്റു വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ്. അപ്പോൾ ജോയിൻറ്റ് കോസ്റ്റിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, വേരിയബിൾ കോസ്റ്റ് എന്നും ഫിക്സഡ് കോസ്റ്റ് എന്നും പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. The variable costs are apportioned over the joint product on the basis of unit produced. വേരിയബിൾ കോസ്റ്റിനെ നമ്മൾ എങ്ങനെയാണ് അപ്പോർഷൻ ചെയ്യുന്നത്? എത്രയാണോ നമ്മൾ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തത് അതിൻ്റെ ബേസിസിൽ അപ്പോർഷൻ ചെയ്യും. ആൻഡ് ഫർദർ വേരിയബിൾ കോസ്റ്റ് ഇൻക്വയർഡ് ഇഫ് എനി വിൽ ബി ആഡഡ് ടു ദിസ് ടു ഗെറ്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വേരിയബിൾ കോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഗീവ് കോൺട്രിബ്യൂഷൻ റേഷ്യോ. സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. വിച്ച് ഈസ് ദെൻ യൂസ്ഡ് ടു അപ്പോർഷൻ ഫിക്സഡ് കോസ്റ്റ്. എന്നിട്ട് ആ കോൺട്രിബ്യൂഷൻ റേഷ്യോ വെച്ചുകൊണ്ട് വേണം ഫിക്സഡ് കോസ്റ്റിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ മെത്തേഡാണ്. നമുക്കതിൻ്റെ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇല്ലുസ്ട്രേഷൻ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 3 പ്രോഡക്ട്സ് എ, ബി ആൻഡ് സി ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം എ കോമൺ പ്രോസസ്സ്. ഒരു പ്രോസസ്സ് വഴി നമുക്ക് 3 പ്രോഡക്റ്റ് കിട്ടി. ടോട്ടൽ കോസ്റ്റ് അപ് ടു സ്പ്ലിറ്റ് ഓഫ് പോയിൻ്റ് ഈസ് 23,300. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 23,300 അതെന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് 3,300 പ്ലസ് വേരിയബിൾ കോസ്റ്റ് 20,000. അങ്ങനെയാണ് നമുക്ക് മൊത്തം 23,300 വന്നേക്കുന്നത്. ദ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സോൾഡ് ആർ 100 kg, 60 kg ആൻഡ് 40 kg ഓഫ് എ, ബി ആൻഡ് സി. 100, 60, 40 എന്നിങ്ങനെയാണ് നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് 4 rupees, 140, 130 ആൻഡ് 120 per kilogram. അപ്പം സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 140, 130, 120 അപ്പോർഷൻ ജോയിൻറ്റ് കോസ്റ്റ് എമംഗ് ദി പ്രോഡക്ട്സ് എ, ബി ആൻഡ് സി അണ്ടർ കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡ്. അപ്പോൾ നമ്മളോട് അപ്പോർഷൻ ചെയ്യാൻ പറഞ്ഞേക്കുന്നു. നമുക്ക് ആൻസറിലേക്ക് വരാം. സിമ്പിളാണ്. നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു, സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ്. കോളങ്ങൾ നമ്മൾ വരയ്ക്കുന്നു. പ്രോഡക്റ്റ്, സെയിൽസ് വാല്യൂ, വേരിയബിൾ കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, പ്രോഫിറ്റ്. പ്രോഡക്റ്റ്സ് നമുക്ക് 3 ഉണ്ട്, എ, ബി, സി. സെയിൽസ് വാല്യൂ നമുക്കറിയാലോ, 100 കിലോഗ്രാം 140 രൂപയ്ക്ക്. അപ്പോൾ 100 × 140 14,000. 60 കിലോഗ്രാം 130, അപ്പോൾ 60 × 130 7,800. ആൻഡ് 40 കിലോഗ്രാം 120, 40 × 120 4,800. വേരിയബിൾ കോസ്റ്റ് ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിട്ടുണ്ട് 20,000 രൂപയാണ് നമ്മുടെ വേരിയബിൾ കോസ്റ്റ്. നമ്മൾ തിയറി പഠിച്ചായിരുന്നു, വേരിയബിൾ കോസ്റ്റ് ക്വാണ്ടിറ്റി വെച്ചുകൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇവിടെ 100, 60, 40. 300 ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 100 + 60 160 + 40 200 കിലോഗ്രാമാണ് മൊത്തം വരിക. അപ്പോൾ നമ്മുടെ മൊത്തം വേരിയബിൾ കോസ്റ്റ് 20,000 ഇൻറ്റു പ്രോഡക്റ്റ് എ ഉള്ളത് എത്ര യൂണിറ്റാണ്? 100 യൂണിറ്റ് അല്ലേ? 100 ടോട്ടൽ 200 യൂണിറ്റ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 10,000 കിട്ടി. പ്രോഡക്റ്റ് ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 20,000 നമ്മുടെ വേരിയബിൾ കോസ്റ്റ്. 20,000 ഇൻറ്റു 60 യൂണിറ്റാണുള്ളത്, അപ്പോൾ 60 ടോട്ടൽ 200. ദെൻ പ്രോഡക്റ്റ് സിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം 20,000 നമ്മുടെ കോസ്റ്റ്, 40 യൂണിറ്റാണുള്ളത്, അപ്പോൾ 20,000 ഇൻറ്റു 40 ടോട്ടൽ 200. അപ്പോൾ നമുക്ക് വേരിയബിൾ കോസ്റ്റ് കിട്ടി 10,000, 6,000, 4,000. ഇനി ഫിക്സഡ് കോസ്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണമെന്ന് പഠിച്ചു? കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് വർക്കിംഗ് നോട്ടിലേക്ക് വരാം. സെയിൽസ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഓൾറെഡി ടേബിളിൽ കണ്ടുപിടിച്ചായിരുന്നല്ലോ. 14,000, 7,800, 4,800, അങ്ങനെ 26,600. അതിൽ നിന്നിപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച വേരിയബിൾ കോസ്റ്റായ 10,000, 4,000, 6,000 മൊത്തം 20,000 രൂപ കുറയ്ക്കുന്നു. അപ്പോൾ കോൺട്രിബ്യൂഷൻ 4,000, 1,800, 800, അങ്ങനെ ടോട്ടൽ 6,600. അപ്പോൾ കോൺട്രിബ്യൂഷൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 4,000 / 6,600, 1,800 / 6,600, 800 / 6,600. അപ്പോൾ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് 3,300 ആണെന്നാണ്. അപ്പോൾ 3,300 ഇൻറ്റു ആദ്യത്തെ പ്രോഡക്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻ 4,000, 4,000 / 6,600, അപ്പോൾ 2,000. ദെൻ പ്രോഡക്റ്റ് ബിയിലേക്ക് വരുമ്പം 3,300 ഇൻറ്റു 1,800 / 6,600. പ്രോഡക്റ്റ് സിയിലേക്ക് വരുമ്പം 3,300 ഇൻറ്റു 800 / 6,600, അപ്പോൾ 2,000, 900, 400. ഇനി നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടാനായിട്ട് ബിയും സിയും കൂടെ കൂട്ടിയാൽ മതി. അതായത് 10,000 + 2,000 12,000, 6,000 + 900 6,900, 4,000 + 400 4,400. ഇനി പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് സെയിൽസിൽ നിന്ന് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കുറച്ചാൽ മതിയല്ലോ. 14,000 - 12,000 2,000, 7,800 - 6,900 9,000, 4,800 -
4400 400. ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ബാക്കി പോർഷൻസും ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കീപ് വാച്ചിങ്. താങ്ക് യു.